ഹലോ ഗൈസ്, വെൽക്കം ടു റാപ്പോ ടോക്സ്. ഗൈസ്, ഇന്ന് ഞങ്ങൾ ഇവരെ കുത്തിവെക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇതാണ് കേസ് ഞങ്ങളുടെ വഴി. ഈ മല കയറി മേളിൽ ചെല്ലുമ്പോഴത്തേന് അണയ്ക്കും. രണ്ടുപേര് താഴെ നിന്ന് കയറി വരുന്നുണ്ട്. വേഗം വാ. വടിയൊക്കെ കുത്തിയാണോ വരുന്നേ? കൊള്ളാം. അയ്യോ, അണച്ചൊരു പരിവായി ഗൈസ്. വടിയൊക്കെ കുത്തി കയറി വരുന്നുണ്ട്. ഓപ്പി റാമ്പോ പോവാം. അമ്മ ഫസ്റ്റ് എത്തി. അമ്മ ഇവിടെ ഇങ്ങനെ പതിയെ കയറി. ഒരിടത്തോടെ കയറ്റിയാ പോരെ രണ്ടുപേര്? കയറ് കയറ്. ഓപ്പി കയറിയാറാകുമ്പോ ചാടി കയറിക്കോളും. കയറിയ രണ്ടുപേര് കേറുന്നു. രണ്ടുപേരും അവിടെ ഇരുന്നു. നീട്ടി വെച്ചെടുത്ത് നോക്കി. ഫുള്ള് കിട്ടുമെന്ന് എടുക്കുക. ഫുള്ള് കിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഇവരെ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതോട്ട് അങ്ങോട്ട് വരുന്ന വഴി വീട് നേരെ അങ്ങോട്ട് പോകണം. റാംബോ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. കാഴ്ച കാണാൻ അങ്ങനെ നമ്മൾ ഇവരെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കൂട്ടാറ് ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലിലാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് വണ്ടിക്കകത്ത്. ആവച്ചയുടെ അടുത്ത് റാമ്പോ കയറി നിൽക്കുന്നു. പോപ്പി വെളിയിലോട്ടുള്ള കാഴ്ചകൾ കാണുന്നു. സ്റ്റിക്ക് ചെയ്തുകൊണ്ട് പോയി ഇവിടെ
ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. സീറ്റ് ഫുള്ളായിട്ട് അവർക്ക് ഏത് കയ്യില്ല. അടുത്ത ദിവസം നമുക്ക് അവിടെ പോകാം. റാംബോയും പോപ്പിയും അമ്മേനെയും കൊണ്ട് കാറ്റാടിപ്പാടം കാണാം. പോപ്പി റോഡൊക്കെ പാറിയാണ്. നേരത്തെ ഭയങ്കര പൊടിയല്ലേ അല്ലേ, നല്ല പൊക്കത്തിലാക്കിയില്ലേ പണ്ടത്തെ കഴിഞ്ഞു. ഇവിടെ നടക്കാനൊക്കെ ഇവിടെ ഒക്കെ നല്ല ഇടയായി. ഒക്കെ താഴെയായി. പാർക്കിംഗ് അല്ല ഇപ്പം നിർത്തിയെന്ന്. രണ്ടുപേരും മേളിൽ കയറിയോ? ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. കോപ്പി നിൽക്കുന്ന കേട്ടോ. റാബുവിനെ വാവച്ച് എടുത്തു വെച്ചേക്കും. റാംബോ കാഴ്ച വന്നു. അങ്ങനെ അമ്മേനെ ബാങ്കി ഇറക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേസ്. ഇവരെ ഇഞ്ചക്ഷൻ അടിപ്പിച്ചോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അമ്മ ബാങ്കി കയറിട്ട് നിൽക്കും. ഞങ്ങൾക്ക് കടയിൽ കയറണം. അത് തിരിച്ചു വരുമ്പോൾ പറ. ഇവിടെ അനീഷിട്ടണം. ഇപ്പോഴോ? അമ്മയോട് വന്നു കഴിഞ്ഞില്ലേ? അങ്ങനെയല്ലടി, സെൽഫി അല്ല, അല്ലാതെ സെൽഫി അല്ല, അകത്തു നോക്കാം. സെൽഫി അല്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. ഫൈവിലല്ലേ ഇട്ടേ? ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേസ്. മേളിലാ ഹോസ്പിറ്റൽ. ഉണക്കട്ടെ അല്ല ഇറങ്ങട്ടെ, ഇങ്ങോട്ട് ഇറങ്ങാം. തുറക്കട്ടെ. പേഴ്സെടുക്കും. ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഉറക്കെ പറയാം. ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഇവിടെ 4:30. ഇവിടെ 4 കേട്ടോ ഹോസ്പിറ്റല്. 2 വയസ്സായതാ. സാമ്പോ ഇവിടെ ഫുഡ് തരുക കേട്ടോ. രണ്ടുപേർക്കൊന്നും മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഹലോ, സാറേ ഹോസ്പിറ്റലിൽ എപ്പോൾ വരും കൂട്ടാറ്റി? അതെല്ലേ, ഈ റാബിസിന്റെ വാക്സിൻ എടുക്കാനായിരുന്നു ഡോഗിനെ 2 രാവിലെ എപ്പോൾ വരണം?
ആ ശരി ശരി. ആ ആ ശരി ശരി. അപ്പൊ ഗൈസ് ഇവിടെ ഡോക്ടർ ഇല്ലെന്നാ പറഞ്ഞേ. ഡോക്ടർ ഫീൽഡിലെങ്ങാണ്ട് പോയേക്കോന്നാ പറഞ്ഞേക്കുന്നത് ഗൈസ്. നാളെ വരാനല്ലേ പറഞ്ഞേ? നാളെ വരാനല്ലേ പറഞ്ഞേ? നാളെ ഒരു 9-9:30 ആകുമ്പോൾ ചെല്ലാനാ പറഞ്ഞേ. രണ്ടുപേർക്കൊന്നും മനസ്സിലായില്ല സ്ഥലം എവിടെയാണെന്നൊന്നും. അപ്പുറത്തോടെ കയറ്റിയാ വണ്ടി വരും. ഡോക്ടർ രക്ഷപ്പെട്ട്. ആ ഡോക്ടർ ഫീൽഡിൽ പോയേക്കുവാന്ന് പറഞ്ഞു. നാളെ രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ വരാനാ പറഞ്ഞേക്കുന്നത്. Rambo, Chef Bobby, sit. Sit. തിരിച്ച് നമ്മള് ബാങ്കിലെത്തി. ഇവിടെ പരിപാടി കഴിഞ്ഞോ? എവിടെ ആയിരുന്നു? തണലത്തോട്ട് കയറ്റിയിടാ ഇവരെ. അല്ലേ എവിടെ ആയിരുന്നു? ട്രാവലറിന്റെ സൈഡിൽ കിട്ടാൻ തണലത്ത് നിൽക്കണല്ലോ. പിന്നെ ചൂടായി. ഇവിടുന്ന് വെള്ളം നടക്കുന്നു. നമ്മൾ തിരിച്ച് ബാങ്കിൽ വന്നു. ഇന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ രണ്ടുപേർക്കിട്ട് ഓരോ ഇഞ്ചക്ഷൻ കിട്ടിയാനെ. ഇവരൊക്കൊന്നും മനസ്സിലായൊന്നുമില്ല. നാളെയും അറിയത്തുള്ളൂ. അവിടെ ഇരിക്കുക രണ്ടുപേരും കൂടെ. തണലുള്ളിടം നോക്കി ഇട്ടേക്കുക. ഇനിയിപ്പോൾ അവര് ബാങ്കിൽ കയറിയിട്ട് വരട്ടെ. കാണാമോ നിങ്ങൾ അതിൻ്റെ അകത്തൂടെ ഇരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ബാങ്കിൽ നിന്ന് കയറി വന്നു കേസ്. അമ്മയും അവളും കൂടെ കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് കടയിൽ കയറിയേക്കുക. റാംബോയും പോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. റാംബോ, പോപ്പി, ഇതേണ്ട ഇങ്ങോട്ട് നോക്കി. ഇവിടെ അതിൻ്റെ അടിയിൽ കൂടെ വരാനല്ലോ. റാംബോ ഇവിടെ എന്തോ പരിപാടിയാ രണ്ടുപേരും കൂടെ? പോപ്പി എന്നാ പരിപാടിയാടി? പുറകെ ഇരുന്ന് ചൂടെടുക്കുന്നുണ്ടോ? ചൂടെടുക്കുന്നുണ്ടോ ഡി പോപ്പി? എന്താ പരിപാടി? സീറ്റേ കയറി കുത്തിയിരിക്കുക. ഇവിടെ നഖം വെട്ടിയോണ്ട് പിന്നെ കുഴപ്പമില്ല, പോറുകയല്ല. അല്ലെങ്കിൽ വേറെ നഖം കൊണ്ടാൽ സീറ്റൊക്കെ ചിലപ്പോൾ ഡാമേജ് ആവും. എന്തോ കാണിക്കുന്ന റാംബോ കിടന്നുണ്ട്. പോവാണ്. ഇവർ അക്ഷയ കയറിയിട്ട് തിരിച്ച് വേറെ ഏതൊരു കടയിലോട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോ നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. വെറുതെ പലചരക്കടയിലുണ്ടോ കേട്ടോ. ഇതേ നമ്മളങ്ങ്
മേളി കാറ്റാടി കാണാം ഗൈസ്, മലയുടെ മണ്ടയില്. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനായിട്ട് ലിബാം വരെ പോയി. അങ്ങനെ കേസ് വീട്ടിൽ വന്നു. ഓപ്പിങ് വാ, ഓപ്പിങ് എന്താ ചാടിക്കോ ചാടിക്കോ. റാമ്പോ പതുക്കെ ഇറങ്ങടാ, വലിച്ചോണ്ട് പോയി വീഴരുത്. ഇല്ല അങ്ങ് മാറിക്കോ മാറിക്കോ മാറിക്കോ, നിങ്ങൾ ഇറങ്ങിക്കോ, ഇറങ്ങി ഇറങ്ങി അത് കഴിഞ്ഞ് ഇറക്കിക്കോളാം. പോപ്പി കുഴപ്പമില്ല, റാമ്പോയാ വലിക്കുന്നു. ഭാവിച്ച് എന്തി വരുന്നില്ലേ? ഇറങ്ങി വാ, വീടല്ലേ. അങ്ങനെ വീട്ടിൽ വന്ന് ഗെയ്സ്. അമ്മ വടിയൊക്കെ കുത്തിയാണ് ഇറങ്ങിപ്പോകുന്നത്, സ്പീഡായിരിക്കും. അതുപോലത്തെ വഴിയാ. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല കേട്ടോ ഗൈസ്, ഇതിവിടെ തൽക്കാലത്തേന് താമസിക്കുന്നതാണ്. ഇവിടെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്, മേളിൽ ക്രഷറിൽ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന. അവിടെ കെട്ടിക്കും, അവിടെ ഇപ്പോൾ തണലല്ലേ, ഇതൊന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് ഇങ്ങോട്ട് മാറ്റി കേട്ടോ. എന്നതാ ഞാനവിടെ നമ്മ ബുക്കൊക്കെ ആയിട്ട് വരുള്ളൂ. ഇന്നാളെടുത്തപ്പോഴും അവർ പറഞ്ഞാലേ ഇല്ല കയറിക്കോ. ഇവർക്കെല്ലാം വെള്ളം എടുത്തോണ്ടോ ബാബുജി? ആണ്ടാ ബക്കറ്റിലോ അല്ല അവരുടെ ചെറിയ പാത്രമില്ലേ ആണ്ട് ഇതിൻ്റെ അകത്ത്. അവൻ ആ സൈഡാ ഇഷ്ടം, അവനെ അവിടെ കിട്ടിയാൽ മതി. പോപ്പിനെ അപ്പുറത്താക്കാം. വെള്ളം എടുത്തോണ്ട് കൊടുക്കുക, അണയ്ക്കുന്നുണ്ടോ? എന്നാ റാമ്പോ പോപ്പി, ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു തൽക്കാലത്തേന്. നമ്മൾ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ ചിലപ്പം ഡോക്ടറിനെയൊക്കെ കടിക്കാൻ ചെല്ലും. ചിലപ്പം മാസ്ക് ഇടേണ്ടി അവിടെ ചെല്ലുമ്പോൾ ചെറിയ മാസ്ക് തരും. വെള്ളം കുടിക്ക്, രണ്ടുപേരും ഒരുമിച്ച് തല കിട്ടോ. ദാഹിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ, ചൂട്. നിൽക്ക്, കട്ട് ചെയ്യട്ടെ. റാമ്പോ വെള്ളം കുടിക്കുന്നു, നോക്കി മൊത്തം കുടിക്കൂടെ ഇന്ന്. നല്ലപോലെ ദാഹിച്ച് പോയി കേട്ടോ, വെയിലല്ലായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ റാംബോ. ഹായ് പറഞ്ഞേ. പോപ്പി ഒരു ഹായ് പറഞ്ഞേര്. റാംബോ ഹായ് പറ, ഹായ് പറ. ഇരുന്നോ? ആ ശരി. ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ആ ആ ശരി, ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം റാംബോയും പോപ്പിയും വാക്സിൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു വഴിക്കിടെ കയറി വരുന്നത്. അവിടെ പാലം നടന്നിടത്ത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വണ്ടി വിടുന്നില്ല. ഇനി ഒരു 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. അതാണ് ഇങ്ങനത്തെ വഴി. നല്ല കയറ്റമുള്ള വഴിയാണ് ഗൈസ്. ഇതിൻ്റെ അത് നോക്കണം, ഇതുകൊണ്ട് ആ വൈപ്പർ ഇല്ലാതെ പിടിക്കണ്ടാവും. അങ്ങനെ കയറ്റം എന്ന് പറഞ്ഞാൽ മുറ്റ് കയറ്റമാണ്. ഉള്ള പെട്രോൾ മൊത്തം കുടിച്ചു തീരും. ഏലമൊക്കെ നോക്കി ഉണങ്ങി, ചൂട് കാരണം എല്ലാവരുടെയും വെള്ളമൊക്കെ പറ്റിയിട്ട് ഏലമൊക്കെ വെള്ളം അടിക്കാതെ ഉണങ്ങി കിടക്കുക. റാംബോയും പോപ്പി ഇതുവല്ല അറിയുന്നുണ്ടോടെ? മനസ്സിലായോ? ഇതൊക്കെ ഞാൻ നടന്ന് ഇതുവഴി പൊക്കും, എന്തോരം പൊക്ക് പോയേക്കുന്ന ഇതുവഴി നടന്ന് കൊമരാമട്ടെ വരും. ഇവിടെ ഇതിൻ്റെ ക്ലാസ്സിനൊക്കെ പോകും. എന്തോരം നടന്ന് ഇതുവഴി പൊക്കോണ്ടിരുന്ന. കൂട്ടാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്നേരപ്പോഴൊക്കെ ഇതുവഴിയൊക്കെ പോകും. എൻ്റെ അപ്പച്ചിയുടെ വീട് ഇവിടെയാണ്. അതൊക്കെ അറിയാവോ? ഇത് ഇത്ര ഞാൻ പറഞ്ഞു. എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ നാടിൻ്റെ വഴി എനിക്ക് അറിയത്തില്ല, തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഇതുവഴിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ നടന്ന് പോയേക്കുന്നു. അതായത് അക്ഷയിലെ ചേട്ടന് ഇതൊക്കെ കണ്ടോ? ഇത് ഏലം കൊണ്ട് ഗ്രീനിട്ടിട്ട് മൂടി വെച്ചേക്കും. വേറെ വഴിയില്ല. നല്ല വഴി. താഴോട്ട് ഇത് കണ്ടു. ഇതാണ് ആ റോഡ്. മറ്റേ വഴി ഇത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ.
ഇപ്പം മനസ്സിലായി. ഇപ്പം മനസ്സിലായി. ഏലമൊക്കെ പെടന്ന് കിടക്കുന്നുണ്ടോ ഈ ഉണങ്ങി? അതെ, മൊത്തം പോയി മൊത്തം ഏലോ ഇതിനകത്ത് വേടിക്കാത്ത ഏലോ ഒന്നും ഇല്ല, മൊത്തം പെടാം. ഇവിടെ പിന്നെ ഇച്ചിരി ഗ്രീൻ നെറ്റ് കെട്ടിയേക്കുന്നതുകൊണ്ടാണ് ഇത് മൊത്തം ഗ്രീൻ നെറ്റ് കിട്ടി ഏലം വെയിൽ കൊള്ളാതെ വെച്ചേക്കുവാ. അല്ലെന്നാ ഈ വെയിലത്ത് മൊത്തം കരിഞ്ഞുണങ്ങി വേണ്ട എല്ലാം കയ്യിലിട്ട് കാപ്പിയൊക്കെ ഉണങ്ങി പിന്നെ വാടി തളർന്ന് നിൽക്കുന്നു. 10 മണി ആയതേ ഉള്ളൂ സമയം. അതുകൊണ്ട് ഇങ്ങോട്ട് കരിഞ്ഞിരിക്കുന്നു, മൊത്തം മരങ്ങളൊക്കെ കരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നത് ഇവിടെ പാറയുടെ ഇതും കൂടെ, പാറയുടെ ചൂട് ഭയങ്കരമായതുകൊണ്ട്. അക്കരയിലോ അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, ആ മല ഇറങ്ങിയാ ഞങ്ങള് കൂട്ടാർ സ്കൂളിൽ വരുന്നത്. അതിന്റെ മുകളിലാണ് എന്റെ വീട്. അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ താഴോട്ട് വരും, അതുവഴിയായി ഇങ്ങനെ വരുന്ന ആ വഴിയൊക്കെയാണ്. പക്ഷെ ഇവിടെ വഴിയുണ്ടോന്നൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം മരങ്ങളല്ലേ. കൂട്ടാർ അമ്പലം കണ്ടോ, ഇവിടെ നിന്നാ കാണാം. കൂട്ടാർ സ്കൂള് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാണാൻ പറ്റുന്നില്ല. SBI ബാങ്കിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ ഈ മലയുടെ അപ്പുറത്തെ വശമാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പൊ ആ മലയുടെ ഇപ്പുറത്തോട്ട് ഇറങ്ങുമോ അല്ലേ? അതെ, ഇറക്കം. ഇതുവഴിയൊക്കെ ഞങ്ങൾ നടന്നു വന്നോണ്ടിരുന്ന വീടുകൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നു. സെറ്റപ്പ് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പഴയ വീടുകളായിരുന്നു, എല്ലാം പഴയ മോഡൽ. ഇപ്പൊ എല്ലാരും പുതുക്കി നല്ല വീട് വേണം. വേറൊരാളുണ്ടെന്നാ പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുത്ത് കിട്ടുമെന്നാ. കാണിക്കായിരുന്നു ഈ ബോബി ഇങ്ങനെ മെലിഞ്ഞു വരുന്നതിന്. ഓക്കെ, കൂട്ടാറ് വന്നു. ഇന്നലെ നമ്മൾ ബാങ്കിൽ വന്ന് ആ ബാങ്കിന്റെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന വഴിയാണ്. ഇന്നലെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ബാങ്ക് ആറൊക്കെ കിടക്കണം, ഉണങ്ങി വെള്ളമൊക്കെ അവിടെ ഇല്ല. വെള്ളം മണല് മൊത്തം മണലായിട്ട് കിടക്കും. ഇവിടെ അടച്ചു വെച്ചേക്കാണ്. ഇവിടെ എന്തിനാ അടച്ചേക്കുന്നത്? പാലം ബ്ലോക്കാന്നുള്ളതിന്റെ അടച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഉണ്ടായി മതിയായിരുന്നു. ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടേ പോകുന്നുള്ളൂ. ഇല്ലേലും ഉണ്ടേലും വരാൻ വയ്യ. തന്നെ എടുക്കുമോ? മരുന്ന് തരാൻ പറയാം. എല്ലാം പിന്നെ കോപ്പിയെ കൊണ്ട് കുടിപ്പിച്ചോളാം. കാറ് കിടപ്പുണ്ട്. ഇന്നലെ കാറുണ്ടായിരുന്നു, പക്ഷെ പുള്ളിയില്ലായിരുന്നു. ഇന്നലെ കാറുണ്ടായിരുന്നോ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. ഇന്നലെ വന്നിട്ട് വാ പിടിക്കണം. അവളെ മാറ്റി നിർത്ത്.
അതറിയില്ല. ഗൈസ് അപ്പോൾ രണ്ടുപേര് ഇഞ്ചക്ഷൻ എടുത്തിട്ട് നല്ല റെഡി ആയിട്ട് നല്ല സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും പോകുന്നുണ്ട്. റാംബോയ്ക്ക് കുറച്ച് വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ പോപ്പി നന്നായിട്ട് നിന്നായിരുന്നു. ഓക്കെ, നമുക്ക് കാറ് കയറിയിട്ട് കാണാം. പോപ്പി വാ പോപ്പി വാ, പോപ്പി വാ, പോപ്പി പോപ്പി ഇവിടെ വാ. വരുന്നില്ലേ? റാംബോ വരും. അവൻ വരാത്തോണ്ടാ ഇങ്ങോട്ട് ഓടി. പോപ്പി റാംബോ ആദ്യം വാ. എന്തോ മണത്തോണ്ട് നിൽക്കുക. കേറ് പോപ്പി കേറടി. റാംബോ വാടാ. റാംബോ വാ, കേറിക്ക്. പോണ്ടേ? വാ. റാംബോ പിന്നെ തീറ്റാലേ താഴെയൊന്നും ഇരിക്കുക. റാംബോ വന്നത് അങ്ങനെ ഇരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അവനെന്നാ പേടിയായിരുന്നു റാംബോയ്ക്ക്. വൈവാനല്ലേ എന്നാ കയറ്റം വന്നു നോക്കി. ഇതിന് ഈ കയറ്റം കയറിയിട്ട് അപ്പുറത്ത് ഇറക്കം ഇറങ്ങണം. ഈ മല കയറി ഇറങ്ങണം. നമ്മളത് തിരിഞ്ഞു പോകുന്നിടത്തു നിന്നാണെങ്കിൽ 300 മീറ്ററേ ഉള്ളൂ ഈ വഴിയിലോട്ട് വരാനായിട്ട്. അതിനാണ് 2-3 കിലോമീറ്റർ കറങ്ങി ചുറ്റി മല കയറി ഇറങ്ങി വരുന്നത്. കറക്റ്റ് ടൈമിനല്ലോ ടാറിങ്. പാലത്തേലായോണ്ടാ ഫുള്ള് അടച്ചു വെച്ചേക്കുന്ന വഴി. പാലം ഇവിടെ പണിത് തന്നെ ഉള്ളു. അതിന് കുറെ പണികൾ കാണും. ഇത്രയും വേനൽ ഇവിടെ അടിക്കുമോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊക്കെ മരവും ഇതെല്ലാം കരിഞ്ഞിരിക്കുന്നത് വേനൽ. അല്ലാതെ ഏലമൊക്കെ കരിയാറുണ്ട് വയനൊക്കെ അല്ലേ? ഇതുപോലെ ഇങ്ങനെ മരങ്ങൾ കരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ എന്നാ വേനലാ ഈ പ്രാവശ്യം. എന്നാ ചൂട്. ഒരു മഴ പെയ്തെങ്കിൽ വേണ്ടില്ല. ഒരു മഴ പോലും പെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കരിയാതിരിക്കും? വണ്ടി മൊത്തം ഇതുവഴിയാ വരുന്നത്. ഇപ്പൊ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഇതുവഴിയാ വരുന്നത്. മരമൊക്കെ കരിഞ്ഞു. അതെ, പക്ഷെ ഇതിനകത്ത് കാണത്തില്ല. മരമൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ടോ അല്ലേ? ചെടികൾ എല്ലാം കരിഞ്ഞു നിൽക്കാം. ഇവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണ്. കാണാം. മഴ പെയ്താലുണ്ടല്ലോ ഇവിടെ നല്ല വെള്ളമായിരിക്കുവേ. നല്ല മുമ്പേ അതുവഴി പോയിട്ട് ഇപ്പം ഇതുവഴി വരുക. മുമ്പേ നമ്മൾ ഈ വഴി ഇങ്ങോട്ട് കയറി അങ്ങ് നേരെ ഈ വഴി അങ്ങ് പോയി റോഡായിക്കോട്ടെ. ഇപ്പം വേണ്ട ഇത് കണ്ടോ, ഇതുവഴി. അതെ, വെള്ളമില്ല. അല്ലെങ്കിൽ ആറിലൊന്നും വെള്ളമൊന്നും ഇല്ല. ഇപ്പോൾ മഴയില്ലല്ലോ. ഇറക്ക്. കുത്തൊക്കെ കിട്ടി റാംബോ നല്ല വേദനിച്ച് സുഖമായിട്ടിരിപ്പുണ്ട്. പിണക്കമാണ്. റാംബോ വിചാരിച്ച് കറങ്ങാനൊക്കെ കൊണ്ടുപോയതായിരിക്കും. പക്ഷെ റാംബോ ചമ്മിപ്പോയി ഗീസ്. അല്ലേ റാംബോ? വേദനിച്ചോടാ? പിണക്കാണ് ഗീസ്. അവിടെ കെട്ടുകളിറങ്ങി പോയി. ഇതേ വണ്ടിക്കകത്ത് വാടാ.
ആറാമ്പോ റാമ്പോ വരുന്നില്ലടാ ഇറങ്ങി. വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണമാണോ? ഇറങ്ങി വാടേ. റാമ്പോയ്ക്ക് തന്നെ ഒരു മടി. പോപ്പി പോടി, പോപ്പി പോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇവിടെ വെയില, അവിടെ തണലുണ്ട്. അങ്ങോട്ട് തന്നെ കേട്ടാ അല്ലേ? ഇവിടെ വെയില. അവിടെ കയറ്റി കേട്ടാ. അവിടെ കെട്ടിക്കോ അവനെ. എന്റെ കയ്യിൽ ഇതൊക്കെ ഇരിക്കുന്നു. വേണ്ട, ചേട്ടായി കെട്ടിക്കണം. അവളെ കെട്ടിയിട്ട് കെട്ടിക്കണം. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നല്ലേ? എന്നാ ഒരു തണ്ണിമത്തം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. നരി പോപ്പി. നടാമ്പോ എന്നാ പോപ്പി. എന്നാ പോപ്പി. എന്നാ റാമ്പോ. പാവച്ചി ശാലം വെള്ളം എടുത്തോണ്ട് കൊടുത്തേ ഇവർക്ക്. കിടന്നുറങ്ങട്ടെ. പിള്ളേർ വാക്സിനൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുക. വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണമായിരിക്കും രണ്ടുപേർക്കും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങട്ടെ. അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരെ വാക്സിൻ എടുത്ത് ഇവർ ക്ഷീണിച്ചാണ് കൊണ്ടുപോയത്. ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.